കേരള നിയമസഭയിൽ ഇന്ന് നടക്കുന്നത് സമാനതകളില്ലാത്തൊരു വലിയ രാഷ്ട്രീയ തകർച്ചയുടെ നേർക്കാഴ്ചയാണ്. മുൻപ് ഭരണത്തിൻ്റെ അമരത്തിരുന്ന പിണറായി വിജയനും LDF മുന്നണിയും ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ കസേരയിലിരുന്ന് പൂർണ്ണമായും തകർന്നടിയുന്നൊരു കാഴ്ചയാണ് സഭയ്ക്കുള്ളിൽ കാണുന്നത്. സഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF ഭരണപക്ഷത്തിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി കൊടുക്കുന്നത് LDFൻ്റെ തന്നെ പക്വതയില്ലാത്ത നീക്കങ്ങളാണ് എന്നൊരു കടുത്ത വിമർശനം ഇന്ന് മുന്നണിക്കുള്ളിൽ തന്നെ ഉയർന്നു കഴിഞ്ഞു. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മെനയുന്ന തന്ത്രങ്ങളെല്ലാം ഒടുവിൽ പ്രതിപക്ഷത്തിന് തന്നെ വൻ തിരിച്ചടിയായി മാറുകയാണ്. ഭരണപക്ഷത്തെ നേരിടാൻ ശക്തമായൊരു കൂട്ടായ്മ വേണമെന്നിരിക്കെ LDFിലെ ആഭ്യന്തര തർക്കങ്ങൾ പ്രതിപക്ഷ നിരയെ പൂർണ്ണമായും നിശ്ചലമാക്കിയിരിക്കുകയാണിപ്പോൾ. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി CPMും CPIയും തമ്മിലുള്ള മൂപ്പിളമ തർക്കം കാരണം നിയമസഭാ കക്ഷി യോഗം ചേരാൻ പോലും ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല. മുന്നണിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത ഇത്തരം ഭിന്നതകളാണ് സഭയ്ക്കുള്ളിൽ ഇടതുപക്ഷത്തിന് നിരന്തരം തിരിച്ചടിയുണ്ടാക്കുന്നത്. കൂടുതൽ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയില്ലെങ്കിൽ സഭയിൽ പ്രതിപക്ഷം വെറും ഹാസ്യ കഥാപാത്രങ്ങളായി മാറുമെന്നൊരു മുന്നറിയിപ്പാണ് ഘടകകക്ഷികൾ ഇപ്പോൾ നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ കണ്ട നാടകീയ രംഗങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഈ തകർച്ചയ്ക്ക് അടിവരയിടുന്നതായിരുന്നു. സമരക്കാർക്ക് നേരെ പോലീസ് ചെളിവെള്ളം അടിച്ചുവെന്ന് സഭയിൽ ആരോപിച്ച് സർക്കാരിനെ വെട്ടിലാക്കാൻ CPI നേതാവ് K രാജൻ കുപ്പിയിലാക്കി കൊണ്ടുവന്ന ചെളിവെള്ളം യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് കിട്ടിയ ആദ്യത്തെ വലിയ തിരിച്ചടിയായി മാറി. ആ വെള്ളം റോഡിലെ ചെളിക്കുഴിയിൽ നിന്നും കോരിയെടുത്തതാണെന്ന് സഭയിൽ തെളിഞ്ഞതോടെ പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ നാണം കെട്ടു. രാജ്യം കൊടുത്ത ഈ പണിക്ക് ശേഷം പിണറായി വിജയൻ തൊട്ടതെല്ലാം പിഴയ്ക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. പ്രതിപക്ഷ നിരയിലെ ഈ ഏകോപനമില്ലായ്മ സഹിക്കാനാകാതെ സഭയിൽ എഴുന്നേറ്റ് നിന്ന് സകല കാര്യങ്ങളും തുറന്നു പറയാൻ പിണറായിയോട് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ പരസ്യമായി ആക്രോശിച്ചതും മുന്നണിയുടെ ദയനീയമായ അവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട ധനബില്ല് ചർച്ചയിലാണ് പ്രതിപക്ഷത്തിൻ്റെ തന്ത്രങ്ങൾ പൂർണ്ണമായും പാളിയത്. മദ്യക്കമ്പനികളെ സഹായിക്കാൻ സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് സഭ ബഹിഷ്കരിക്കാനായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം. ബില്ല് സഭയിലേക്ക് സർക്കാർ ഒളിച്ചുകടത്തിയെന്ന പിണറായി വിജയൻ്റെ വിമർശനത്തിൻ്റെ മുന്നോടിച്ചത് മുഖ്യമന്ത്രി VD സതീശൻ്റെ കൗശലപൂർവമായ മറുപടിയാണ്. ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ നേരിട്ട് നിയമസഭയിൽ പരിഗണിക്കാൻ തീരുമാനിച്ച കാര്യോപദേശക സമിതിയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും K രാജനും ഉണ്ടായിരുന്നു എന്ന കാര്യം ഭരണപക്ഷം അവിടെ ചൂണ്ടിക്കാട്ടി. സമിതിയിൽ വെച്ച് ഇതിനെ എതിർക്കാത്ത പ്രതിപക്ഷ നേതാവ് സഭയിൽ വന്ന് രാഷ്ട്രീയ നാടകത്തിന് മുതിർന്നത് സ്വയം പരാജയപ്പെടുത്തുന്ന വാദമാണെന്ന് തെളിഞ്ഞു. മുൻപ് ഇടതുപക്ഷ ഭരണകാലത്ത് KN ബാലഗോപാൽ ഇതേപോലെ ധനബിൽ നേരിട്ട് സഭയിൽ കൊണ്ടുവന്ന കാര്യം അക്കമിട്ട് നിരത്തി മുഖ്യമന്ത്രി VD സതീശൻ പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റ വിഷയത്തിലും സർക്കാരിനെതിരെ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട് സഭയിൽ വിലപ്പോയില്ല. സഭാ നടപടികളിലും നിയമങ്ങളിലും അതീവ സാമർത്ഥ്യക്കാരനായ മുഖ്യമന്ത്രി VD സതീശനോട് ഏറ്റുമുട്ടാൻ വളരെ കൃത്യമായ ഹോംവർക്കോ ദീർഘവീക്ഷണമോ ഇല്ലാതെയാണ് പിണറായി വിജയനും കൂട്ടരും എത്തുന്നത് എന്ന് LDFിലെ മുതിർന്ന നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ലഭിക്കുന്ന സുവർണാവസരങ്ങൾ പലതും പ്രതിപക്ഷത്തിൻ്റെ പക്വതയില്ലാത്ത നീക്കങ്ങളും തന്ത്രങ്ങളിലെ പാളിച്ചകളും കാരണം നഷ്ടപ്പെടുകയാണ്. ഈ വലിയ വീഴ്ചകളാണ് യഥാർത്ഥത്തിൽ VD സതീശൻ സർക്കാരിന് സഭയിൽ വൻ മുൻതൂക്കം നൽകുന്നത്. തന്ത്രങ്ങൾ മെനഞ്ഞ് സ്വയം തോൽക്കുന്ന, സ്വന്തം പരാജയങ്ങളിൽ നിന്നും പാഠം പഠിക്കാത്ത ഈ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശോചനീയമായ അധ്യായമായി മാറുകയാണ്.